യോശുവായും ഇസ്രായേൽ മക്കളും ചേർന്ന് യോർദാനിക്കരയുള്ള ലെബാനോൻ താഴ്വര മുതൽ സെയിരിലെ മലനിരകൾ വരെയും പിടിച്ചടക്കി. അവിടെ വാണിരുന്ന 31 രാജാക്കന്മാരെയും കീഴടക്കി അവർ ദേശത്തെ അവകാശമാക്കി. ദൈവം യോശുവായോട് പറഞ്ഞ വാഗ്ദത്തം, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന വാഗ്ദത്തം ഇവിടെ നിറവേറുകയാണ്. വാഗ്ദത്തം കേട്ട നാം അടങ്ങിയിരുന്നാൽ വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കുകയില്ല. നാം യോശുവായെ പോലെ അതിനായി നിരന്തരം പ്രവർത്തിക്കണം. നമുക്ക് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ആകയാൽ വാഗ്ദത്തം കേട്ട നാം വാഗ്ദത്തം കാണണം, എന്നിട്ട് അത് പ്രാപിക്കണം, അഥവാ അത് അനുഭവിക്കണം. യോശുവ വാഗ്ദത്തം കേട്ടു, വാഗ്ദത്തം കണ്ടു, വാഗ്ദത്തം പ്രാപിച്ചു. ആയതിനാൽ നാമും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടാം.